ത്രിപുരയിൽ മികച്ച പോളിംഗ്. ഉച്ചവരെ പോളിംഗ് ശതമാനം 50 കടന്നു. അക്രമ സാധ്യത കണക്കെടുത്ത് സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കരിഷ്മ ചേരുന്നു വിവരങ്ങളുമായി. കരിഷ്മ, നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനം കാണുന്നുണ്ട്. 50%-ലധികം പോളിംഗ് ഇതുവരെ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. അക്രമ സംഭവങ്ങളും തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് റിപ്പോർട്ട്? പോളിംഗ് ശതമാനം നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. രാവിലെ വൻ തിരക്കായിരുന്നു ഓരോ ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. 9 മണിയോടുകൂടി 14% പോളിംഗ് ഉയർന്നിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു മന്ദഗതിയിലേക്ക് വീണുവെങ്കിലും വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ 50%-ന് മുകളിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും നീണ്ട നിരകളാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിട്ടുണ്ട്. ത്രിപുരയിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 28,13,478 വോട്ടർമാർ ആകെ മൊത്തത്തിലുള്ള വോട്ടർമാരാണ്. അതിൽ പുരുഷ വോട്ടർമാർ 14,576 പുരുഷ വോട്ടർമാരും അതുപോലെ തന്നെ 13,98,25 സ്ത്രീ വോട്ടർമാരുമുണ്ട്. ഇത്തവണ പുതുതായി വോട്ട് ചെയ്യാൻ എത്തുന്നത് 65,044 ഇവരെല്ലാവരുടെയും സാന്നിധ്യം അവിടെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം എല്ലാ ബൂത്തുകളിലും നിരവധി ആളുകളുടെ ഒരു നിര തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൊത്തം ബൂത്തുകളുടെ എണ്ണം 3,328. അതുപോലെ നമ്മൾ ബൂത്തുകളുടെ എണ്ണം പറഞ്ഞപ്പോഴാണ് ഇലക്ഷനിടയിൽ നിരവധി ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിരവധി സുരക്ഷാ സേനാ അംഗങ്ങളെയും പോലീസുകളെയും പല ബൂത്തുകളിലും വിന്യസിച്ചിട്ടുണ്ടെങ്കിലും അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ മൊത്തമുള്ള 3,328 ബൂത്തുകളിൽ പ്രശ്നബാധിത ബൂത്തുകളായി 1,100 ബൂത്തുകളെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ 1,100 ബൂത്തിൽ നിന്ന് തന്നെ 28 അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇവിടെ എല്ലാം തന്നെ സുരക്ഷാ സേനയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ തിപ്രാമോത്ത പാർട്ടിയും ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുകയാണ്. പോളിംഗ് ശതമാനം ഉയർന്നു വരികയാണ്. എന്തായാലും ആരാണ് ത്രിപുര ഭരിക്കുക എന്നത് നമുക്ക് മാർച്ച് 2-ന് അറിയാൻ സാധിക്കും. വീണ്ടും പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. BJP നേതാവ് രാവിലെ വോട്ട് ചെയ്ത് BJP ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും അവരവരുടെ പാർട്ടി വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അത് കണ്ടറിയാൻ സാധിക്കും. ഫിജി, ശരി. ത്രിപുരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്.